ഹായ്, വെൽക്കം ടു ടേസ്റ്റി ചോയ്സ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിലും രുചികരമായും ഉണ്ടാക്കാവുന്ന ഇഞ്ചിപ്പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 2 കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഉപ്പൊഴികെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കടുക് പൊട്ടിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും, 1/4 കപ്പ് ഇഞ്ചി വളരെ കനം കുറച്ചും വളരെ ചെറുതായിട്ടും കൊത്തി അരിഞ്ഞതും, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും, ഒരു നുള്ളു കായപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 2 ചുമന്ന മുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ തൈര് ഒരു ബൗളിലേക്ക് എടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെച്ച് കടുക് പൊട്ടിക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റണം. അത് നന്നായിട്ട് വഴറ്റി ഒരു ഏകദേശം ചുമന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് ഇടേണ്ടത്. ഉള്ളി ചുമന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടാൻ പോവാണ്. അത് കഴിഞ്ഞ് ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചരുചി മാറുന്നതും വരെ വഴറ്റിയാൽ മതി. ഒത്തിരി നേരം ഇട്ട് വഴറ്റരുത്. ഇതിലേക്ക് ഈ ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചുമന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെയും പച്ചരുചി മാറുന്നോളം വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കഴിയുക. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ച രുചിയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം കടുക് പൊട്ടിച്ചതെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഈ തൈരിലേക്ക് ഞാനിത് ഇടാൻ പോവാണ്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഞ്ചി പച്ചടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.